ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? 3-4 ദിവസമായി വീഡിയോസ് ഒന്നും ഇല്ല കേട്ടോ, ശബ്ദമല്ല. അപ്പോൾ ഉമ്മാക്കൊക്കെ വയ്യായിരുന്നു, ഉമ്മാക്ക് വയ്യ, മക്കൾക്ക് വയ്യ. മക്കൾക്ക് പിന്നെ പനിയൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് ശബ്ദം പോയിട്ടുണ്ട് കേട്ടോ, വോയിസ് ഓവർ കൊടുക്കാനൊന്നും കഴിയായിട്ടാണ് ഞാൻ വോയിസും കാര്യങ്ങളൊന്നും ചെയ്യാഞ്ഞ്, വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാഞ്ഞ് കേട്ടോ. പിന്നെന്താ, ഉമ്മാക്ക് റെഡിയായി വരുന്നു. ഉമ്മാക്ക് പിന്നെ എന്താ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയില്ലേ, ആ ഒരു തലൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ഒക്കെ ശരിയായിട്ട് ഇങ്ങനെ വരുന്നു. അപ്പം നമുക്കൊരു സമാധാനമല്ലല്ലോ, വീട്ടിലെല്ലാവർക്കും അസുഖം കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ മനസ്സിക്ക് സമാധാനമല്ല അല്ലേ. ബേബിയൊക്കെ രണ്ടാൾക്കും നല്ല പനിയായിരുന്നു കേട്ടോ. അവർക്ക് പനിയൊക്കെ മാറി ഡോക്ടറെയൊക്കെ കാണിച്ച് ഇനിയിപ്പോൾ മുടിയൊന്ന് വെട്ടണം, അവർക്ക് പുത്തൻ ഉടുപ്പൊക്കെ വാങ്ങണം. പെരുന്നാളല്ലേ ഇപ്രാവശ്യം, പെരുന്നാളിന് അടിപൊളി ഡ്രസ്സൊക്കെ എടുക്കണം അല്ലേ. അൽഹംദുലില്ലാ. പിന്നെന്താ, മക്കൾക്ക് ഡ്രസ്സൊക്കെ എടുക്കാൻ ഇറങ്ങിയ കേട്ടോ. മുടി വെട്ടണം, അതേപോലെ മുത്തുമണിയാൾക്ക് ഡ്രസ്സ് കൊടുക്കണം. അപ്പോൾ രണ്ടാൾക്കും ഒരേപോലെ എടുക്കാറുണ്ട് കണ്ടേ. ഷെയ്മോളും ഞങ്ങളും എല്ലാവരും കൂടിക്കാണ്ടാണ് പോയത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എടുക്കാം ഓരോന്ന് കരുതിക്കാണ്ട്. എവിടെ മക്കളെ, 4-5 ആൾക്കാരും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് എന്തായാലും കിട്ടൂല, നിങ്ങൾക്ക് അറിയില്ലേ. അന്ന് ബേബിയാക്ക് മാത്രം എടുത്തുകാണ്ട് അങ്ങോട്ട് പോന്നു കേട്ടോ. ഇനി പിന്നെ ഒരു ദിവസം ഷെയ്മോക്ക് എടുക്കാനൊക്കെ പോവാം. കാക്കു പറഞ്ഞു ഓരോരുത്തർക്ക് അങ്ങനെ എടുത്താൽ മതിയായിരുന്നു. എല്ലാവർക്കും കൂടി എടുക്കാൻ പോയാൽ ഒന്നും നടക്കൂല. അപ്പോൾ ഇവിടെ ബേബികൾക്ക് മാത്രമല്ല ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. അവിടെ പോയി കണ്ടാണ് ഞങ്ങൾ ഡ്രസ്സ് എടുത്ത് കേട്ടോ. ഇവിടെ നിന്നാണ് അധികം കുട്ടികൾക്ക് ഞങ്ങൾ ഡ്രസ്സ് എടുക്കൽ. ഇവിടെ ആകുമ്പോൾ ഓൽക്ക് രണ്ടാൾക്കും ഒരേപോലെ ഇതൊക്കെ കിട്ടും കേട്ടോ. മറ്റേതെന്താണെന്നോ, നമ്മൾ തുണി ഷാപ്പിലൊക്കെ കയറി കഴിഞ്ഞാൽ ഇരട്ട കുട്ടികൾക്ക് കിട്ടാൻ അതൊരു ഭയങ്കര പാടാരം. ഇവർക്ക് എന്താണെന്നോ, വേറെ വേറെ എടുക്കാൻ പറ്റൂല കേട്ടോ. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര കച്ചറിയായിരിക്കും. അപ്പോൾ പിന്നെ രണ്ടാൾക്കും ഒരേപോലെ ഡ്രസ്സ് എടുക്കാമായിരുന്നു. ഒരുപാട് ഇട്ട് നോക്കി കേട്ടോ. ആ ബ്ലാക്ക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ഷെയ്മോക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഷെയ്മോൾ പറഞ്ഞു ഇത് എടുക്കാം, അത് നല്ല ഭംഗിയായിരിക്കും, ബ്ലാക്ക് ട്രൗസറും കേട്ടോ. അങ്ങനെ രണ്ടാക്കും ഇങ്ങനെ സുന്ദരിമണി ആൾക്ക് എടുത്തു കേട്ടോ. ലിനുമോൾക്ക് കൊടുത്തു കേട്ടോ. ലിനുമോൾക്ക് ഒരു ഫ്രോക്ക് പോലെ എടുത്തോളം. മുടി കണ്ടിട്ട് നിങ്ങൾ വീഡിയോസിൽ അന്തം വിട്ടുക്കൂലേ. അത് മുറിച്ചതാണ് മക്കളെ, പൗതിയോളം മുറിച്ചതാണ്, ബാക്കി ഞാനും അങ്ങോട്ട് മുറിച്ചു. അല്ല എന്താ ചെയ്യുക, ഞാൻ ആ മഞ്ചേരങ്ങാടി പോയി വന്നപ്പോത്തിന് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പണി ഉണ്ടാവും കേട്ടോ. ഒരു ദിവസം ഞാനും കാക്കും സാധനം എടുക്കാനും വേണ്ടി മഞ്ചേരി പോയതാണ്. അതിൻ്റെ അടിയിൽ കാണിച്ചതാണ് കേട്ടോ. ഇവരെല്ലാവരും കൂടിക്കാണ്ട് നമ്മളെ ലിനുമോളെ മുടിയൊക്കെ എലി കാരണ പോലെ വെട്ടിയെടുത്തു കേട്ടോ. പിന്നെ എന്താ ചെയ്യുക, ബാക്കിയില്ല ഞാനും കൂടിയാണ് വെട്ടിയെടുത്തു. എന്നിട്ട് വെട്ടണ ആൾ കുറേ ചിരിച്ചു കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ മുടി വെട്ടാൻ കൊണ്ടുപോയപ്പോഴേ അയാൾ കുറേ ചിരിച്ചു കണ്ട് പറഞ്ഞു, ആരാ ഈ പണി കാണിച്ചത് ചോദിച്ചു കാണ്ടേ. അപ്പോൾ ഏതായാലും കുറ്റിയടക്കം വെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ആൺകുട്ടികളെ മാതിരിയായി. ആ ഫ്രോക്കൊന്നും ഇട്ടാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. എന്തായാലും ഈ പ്രാവശ്യം LKG ചേർത്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം LKG ചേർത്തിയ കഥ നിങ്ങൾക്ക് അറിയില്ല. പിന്നെ പോവാന്നൊക്കെ ഈ പ്രാവശ്യം പോവാതെ നിൽക്കുമായിരിക്കും കേട്ടോ. എന്താ വെച്ചാൽ ഈ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോഴേ, ഇവരൊക്കെ ഉണ്ടാവുമ്പോൾ പോവാൻ മടിയായിരിക്കും. ഇപ്പോൾ ലിനുമോളെ ചങ്ങാഴ്ചകൾ ഇവർ രണ്ടാളുമാണ് കേട്ടോ. മിന്നും പൊന്നുമാണ് ഓലെ ചങ്ങാഴ്ചയാൾ. നമ്മളെ മിന്നുവിൻ്റെ മുടിയാണ് വെട്ടണത് കേട്ടോ. മിന്നു അങ്ങനെ വല്ലാതെ ഇരുന്ന് കൊടുക്കില്ല. മിന്നുവിൻ്റെ മുടി നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. ആ നീളക്ക മുടിയില്ലേ, നമ്മളെ ചുമ്മാൻ്റെയൊക്കെ മുടി പോലെ നല്ല നീളക്ക മുടിയാണ് കേട്ടോ. എന്നാൽ നമ്മളെ പൊന്നൂൻ്റെയും ലിനുവിൻ്റെയും ഒക്കെ മുടി ചുരുണ്ട മുടിയാണ് കേട്ടോ. അപ്പം നമ്മളെ എണ്ണ തേച്ചിട്ട് ഉഷാറായി വരുന്നുണ്ട്. പിന്നെ എന്താ ധൈര്യത്തിൽ വെട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ എണ്ണ തേക്കുമ്പോൾ സൂപ്പറായിട്ട് വളരുമല്ലോ കരുതിക്കാണ്ട് തന്നെ കേട്ടോ. നമ്മളെ പരസ്യം നമ്മൾ തന്നെ പറയണത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മക്കൾക്ക് നമ്മളെ എണ്ണ തന്നെ ഉപയോഗിക്കൽ കേട്ടോ. ധൈര്യത്തിൽ ഉപയോഗിക്കുക. 2 വയസ്സ് മുതൽ നമ്മളെ ഹെയർ ഓയിൽ ഉപയോഗിച്ച് തുടങ്ങാം കേട്ടോ. യാതൊരു കെമിക്കലും പ്രിസർവേറ്റീവ്സും ഞാൻ അതിൽ ആഡ് ചെയ്യലില്ല. 100% വിശ്വസിച്ച് വാങ്ങാം കേട്ടോ. 2 വയസ്സ് മുതൽ ഉപയോഗിച്ചാൽ മതി എന്ന് എന്തുകൊണ്ടാണ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നന്നായിട്ട് വെട്ടി തിളപ്പിക്കണ എണ്ണയല്ലേ, കുഞ്ഞു മക്കൾക്ക് ഉപയോഗിക്കണ്ട. 2 വയസ്സ് മുതൽ ഉപയോഗിച്ച് തുടങ്ങാം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ വെച്ചാൽ മതി. തലയിൽ താരനോ മുടിയോ ചെളുക്കേ ഇങ്ങനെയൊക്കെ പറയുമല്ലോ, മുടിയില്ലായ്മ കഷണ്ടി, ഇതിനൊക്കെ നമ്മളെ എണ്ണ ബെസ്റ്റാണ് കേട്ടോ. സൂപ്പറായിട്ട് മുടി വളരും. ലിനുമോളെ മുടി അതുകൊണ്ട് ധൈര്യത്തിൽ വെട്ടിയതാട്ടോ. കുറ്റിയടക്കം വെട്ടിയിട്ടുണ്ട് മക്കളെ. കുഞ്ഞു മുടിയാക്കി വെട്ടിയിട്ടുണ്ട് കേട്ടോ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ പറ്റ എലി കാരണം മാതിരിയാക്കിക്കണേ. പിന്നെ ഇപ്പം എന്താ ചെയ്യുക വെച്ച് കണ്ട് ഞാനും വെട്ടി. ബാക്കിയുള്ളത് ആ മുടി വെട്ടണ ബാർബക്കാക്കിയും വെട്ടിട്ടോ. നല്ല ഭംഗിയുണ്ട്. അപ്പം ഹെയർ ഓയിൽ വേണ്ടിയോലൊക്കെ വിളിച്ചോളി. ഞാനിപ്പോൾ ഇന്നലെ ഹെയർ ഓയിൽ ഉണ്ടാക്കി കേട്ടോ. അതിൻ്റെയൊക്കെ തിരക്കും ആയിട്ടാണ് കേട്ടോ. ഇന്നിപ്പോൾ ഷിപ്പിങ് കാര്യങ്ങൾ ഇതൊക്കെ പാക്കാക്കി വെച്ചാൽ എന്താണെന്നോ, തിങ്കളാഴ്ച ഒരൊറ്റ വിടലോട് വിട്ടാൽ മതി. ഇപ്പോൾ പോസ്റ്റാണ് വിടണം കേട്ടോ. ഇത്തിരി നേരം വെക്കും. എല്ലാവരും വിളിച്ച് ചോദിച്ചാൽ തുടങ്ങിയാണ്, എന്താ താത്തായി എണ്ണ കിട്ടാത്ത, ലേഹ്യം കിട്ടാത്ത. നിങ്ങൾ പേടിച്ചണ്ട, ലേഹ്യമൊന്നും കേട് വരുമൊന്നുമില്ല കേട്ടോ. നമ്മൾ ധൈര്യത്തിൽ നമ്മൾ വിടണം. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുക, അത് അപ്പൊക്കെ അങ്ങോട്ട് വിടുക. അതുകൊണ്ട് തന്നെ യാതൊരു പേടി നിങ്ങൾ പേടിച്ചണ്ട കേട്ടോ. കേട് വരൂല.
ലേഹം ഒരു കേടും വരൂല, നമ്മളെ എണ്ണയുണ്ട്. അപ്പോൾ കോംബോ ഓഫർ ഒന്നും കൂടി വെച്ചരോ താത്താന്ന് ചോദിച്ചിരുന്നു കേട്ടോ. നമ്മളെ സബ്സ്ക്രൈബേഴ്സ്മാർ മുത്തുമണികൾ നമ്മളെ ഫാമിലി കാണുന്ന വീഡിയോസാണ്. അപ്പോൾ ഓല് പിന്നെയും ചോദിച്ചുമ്പോൾ ഒരു സങ്കടമാണ് കേട്ടോ. അങ്ങനെ തന്നാൽ ഇച്ചും നഷ്ടം തന്നെയാണ് കേട്ടോ മക്കളെ. നമ്മളെ ലേഹ്യത്തിൻ്റെ റേറ്റും എണ്ണൻ്റെ റേറ്റും വേറെ വേറെ ഡിഫറെൻ്റ് ആണല്ലേ. അപ്പോൾ അത് രണ്ടും കൂടി ചെറിയൊരു വിലക്ക് കിട്ടുമ്പോഴേ ഇൻഷാ അല്ലാഹ് കുറച്ചും കൂടി ആളുകൾക്ക് കൊടുക്കണം എന്നുണ്ട് കേട്ടോ. എന്താണെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നമ്മളെ അടുത്ത് നിന്ന് സ്ഥിരം വാങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ. അപ്പോൾ അതിൽ 5 or 10 കുറഞ്ഞാലും ഞാൻ അതാണ് ക്ഷമിച്ച് കൊടുക്കലുണ്ട് കേട്ടോ. വലിയതായിട്ട് ലാഭം നമ്മൾ ഒരു ബിസിനസ്സിലും കരുതരുത്. നമുക്ക് എന്തായാലും കിട്ടുന്നത് ആ ഒരു അൽഹംദുലില്ലാ എന്ന് പറയാം. അതുകൊണ്ടല്ലേ റാഹത്തായിട്ട് പോണത്. പിന്നെ ചെറിയൊരു വിശേഷം ഉണ്ട് കേട്ടോ, ചെറുതല്ല വലിയ വിശേഷം തന്നെയാണ്. അതെന്തായാലും പറയാം. നിങ്ങൾ കമൻറ്റിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടാവും, അത് ഉത്തരം ഞാൻ പറയാട്ടോ. പറയാത്തതിൻ്റെ കാരണം ഉണ്ട് കേട്ടോ, അതും ഞാൻ അപ്പം പറയുന്നുണ്ട്. നമ്മളെ കാര്യങ്ങളാവാതെ നമ്മളെ സ്വന്തം ആവാതെ നമ്മളൊരു കാര്യം വിളിച്ച് പറയാൻ പാടില്ല വീഡിയോസിൽ. അത് നിങ്ങൾക്ക് അറിയണതാണ്, അനുഭവം ഇല്ലതാണ് അല്ലേ. അത് വിളിച്ച് പറഞ്ഞാൽ പിന്നെ അത് തിരുത്തി തരാനും ആളുകളുണ്ടാവും. അതുകൊണ്ട് നമ്മളതാവട്ടെ എന്നിട്ട് നമ്മൾ പറയൂ കേട്ടോ. ഈ ചോറ് ലേസം ഉണ്ടായിരുന്നു, അതാണ് തിളപ്പിച്ച് ഊറ്റിയിട്ടോ. ഞാൻ പെലച്ചക്ക് വെച്ച ചോറാണ്, അപ്പോൾ അതാണ് തിളപ്പിച്ച് ഊറ്റി. അത് മതി മക്കൾക്ക്, നോമ്പൊക്കെ അല്ലേ. ഇന്നിപ്പോൾ മൂത്തച്ഛൻ്റെ കൂടെ സൽക്കാരാണ് കേട്ടോ. ലേസം വെള്ളം കലക്കിയും വെച്ചു കേട്ടോ. വെള്ളം കലക്കി വെച്ചാൽ എന്താണെന്നോ കുട്ടികളങ്ങനെ എടുത്ത് കുടിച്ചോളൂ കേട്ടോ. അവർക്ക് വെള്ളം കലക്കിയത് വേണം. ഞാൻ തിളപ്പിച്ചാറിയ വെള്ളം വെക്കും, എന്നാലും വെള്ളം കലക്കിയത് വേണം പറഞ്ഞ് കരയും കേട്ടോ. ഭയങ്കര ചൂടല്ലേ. ഒന്നാമത് നമ്മളെ അടുക്കള ഭാഗവും നമ്മൾ ഈ റൂമും ഹോസ്പിറ്റൽ ഹൗസ് ആയതുകൊണ്ട് ഭയങ്കര ചൂട് പറഞ്ഞാൽ ഓവർ ചൂടാണ്. അത് നിറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല കേട്ടോ മക്കളെ. നമ്മളെ ഷെയ്മോളപ്പം ഞാൻ ചീത്ത അറിയാൻ നോക്ക് ഷെയ്മോളെ പറഞ്ഞു കണ്ടേ. ഒന്നാമത് അതിങ്ങനെ പാരുമ്പോഴേ ക്യാമറയും വെക്കുമ്പോഴേ അത് നമ്മൾ ക്യാമറയൊക്കെ വെച്ച് കണ്ട് എന്തെങ്കിലും ഒരു പണി എടുത്താൽ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. എപ്പോഴും നമ്മൾ പണിയെടുക്കുമ്പോൾ അല്ലേ തട്ടൊക്കെ ഉണ്ടായി ബാക്കൊക്കെ ചുറ്റി കെട്ടി അതേപോലെ മാക്സിയൊക്കെ ഒന്ന് കുത്തിക്കാണ്ടൊക്കെ എല്ലാം എടുക്കുക. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴേ ഭയങ്കര ഗതിയാടാ. മാക്സിയുടെ കൈയിൻ്റെ ഇറക്കം കുറവല്ല. അത് ഉമ്മാൻ്റെ മാക്സി ആട്ടോ മക്കളെ. അതപ്പം എടുത്തപ്പോൾ അങ്ങോട്ട് വീഡിയോസ് എടുത്താൽ പിന്നെ അതൊക്കെ മാറ്റിക്കാണ്ട് ഇനി എടുക്കുമ്പോഴത്തേനും ഒരുപാട് നേരം വെക്കും. അപ്പോൾ പിന്നെ ഇത് വിടണ തിരക്കും ഒക്കെ അല്ലേ. ഇമ്മ ആസ്പത്രിയിൽ കിടന്നപ്പോഴേ അത് ഓപ്പറേഷത്തിനൊക്കെ എടുക്കണ ഒരു മാക്സി ഉണ്ടല്ലോ, നടുവിൽ നിറച്ച് ഓട്ടല്ലേ ഇത്. അപ്പോൾ കുടുക്കുണ്ട്. അപ്പം ഞാൻ രാത്രി കുളിച്ച് കാണ്ടൊക്കെ അതാടുക കേട്ടോ. അതിപ്പോൾ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എഴുതിക്കാണ്ട് ഞാൻ അതൊക്കെ ഇടും കേട്ടോ. നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ ചിലവരും അത് ഉപയോഗിക്കൂല, അതാണ് എടുത്ത് കളയും. ഒന്നാമത് കൈ ഉണ്ടാവില്ല, പിന്നെ അതിൻ്റെ മുൻഭാഗമൊക്കെ ഓട്ടോട്ട പറഞ്ഞാൽ ഈ കുടുക്ക് അടി വരെ കൊടുക്കാറ്. ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് കാണ്ടും വയസ്സായ ആളുകളൊക്കെ കടത്തുമ്പോൾ ഇങ്ങനത്തെ മാക്സിയാണ് ഇടുക. അപ്പം ഞാൻ അത് ഇടലാണ് രാത്രിയൊക്കെ കേട്ടോ. ഒന്നാമത് ഉണ്ടാവില്ല, തിരുമ്പിയത് ഉണ്ടാവില്ല. ചിലപ്പോൾ 2 ദിവസം കൂടുമ്പോഴോ 1.5 കൂടുമ്പോഴൊക്കെയാണ് മെഷീനിൽ ഒന്നായിട്ട് അങ്ങോട്ട് ഇടൽ കേട്ടോ. ബാക്കി കുറച്ചൊക്കെ ഞാൻ നമ്മളെ വലിയ കുളിമുറി ഉണ്ടല്ലോ, ആ കുളിമുറിയിൽ നിന്ന് ഇരുന്ന് കാണ്ട് അങ്ങനെ കുത്തി തിരുമ്പിക്കാണ്ട് ഇടലാണ് കേട്ടോ. ഇപ്പോൾ ഒന്നാമത് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇതാക്കണ് നമ്മളെ എണ്ണ 500ൻ്റെ കുപ്പിയാണ് കേട്ടോ. 500ൻ്റെ കുപ്പിയും അതേപോലെ 1 കിലോ ലേഹ്യം എടുക്കുമ്പോൾ ഓഫറുണ്ട്. അതേപോലെ 200ൻ്റെ എണ്ണയും 500ൻ്റെ ലേഹ്യം എടുക്കുമ്പോൾ ഓഫറുണ്ട് കേട്ടോ. അത് ഫുള്ള് അങ്ങനത്തെ പെട്ടികളുണ്ടല്ലോ, 500 ലേഹ്യം 200ൻ്റെ എണ്ണയും. അതാണ് ആളുകൾക്ക് ഏറ്റവും പൈസക്ക് സൂട്ടായിക്കാണ്ട് വാങ്ങണത്. വീഡിയോസിൽ ഞാൻ റേറ്റ് പറയലില്ല, അതിൻ്റെ കാരണം ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാണ് കൂടുതൽ പോണത് കേട്ടോ. ഇത് നമ്മളെ നെഡ്സ് പൊടിയാണ് കേട്ടോ. കുഞ്ഞു മണിയാൾക്കൊക്കെ പ്രോട്ടീൻ കുറവോ കാൽസ്യം കമ്മിയൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ പാലിൽ കലക്കി കൊടുക്കുക കേട്ടോ. 6 മാസം മുതൽ ഗർഭിണിയാൾ വരെ കുടിക്കണതാണ് കേട്ടോ നമ്മളെ നെഡ്സിൻ്റെ പൊടി. ഇത് നമ്മളെ ലേഹിയാണ്. അതിൻ്റെ ഉള്ളിൽ കണ്ടോ സിൽവർ കോട്ടൊക്കെ ഇട്ട് കണ്ട് അടിപൊളിയാക്കി കണ്ട് മുകളിൽ സ്റ്റാപ്ലറൊക്കെ വെച്ച് കാണ്ട് തന്നെയാണ് കവറിലിട്ട് കാണ്ടൊക്കെയാണ് നമ്മൾ പാക്കിങ് കേട്ടോ. ഇത് ഞാൻ എൻ്റെ എണ്ണ എങ്ങനെ പാക്കിങ് ചെയ്യണമെന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരു കവർ ഇട്ട് കാണ്ട് സ്റ്റാപ്ലർ ഇതുകൊണ്ടൊക്കെ നന്നായിട്ട് അടിപൊളിയാക്കി ചെയ്യും കേട്ടോ. എന്നിട്ടാണ് ഒലിച്ചാൻ പാടില്ല. പോസ്റ്റിലൊക്കെ വിടുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലേ, പോസ്റ്റ് മാസ്റ്റർ ചെല്ലുമ്പോൾ പറയും ഒലിക്കരുത് കേട്ടോ, പാസ്പോർട്ട് ഉണ്ടാവും, അതേപോലെ വേറെ പരിപാടികളൊക്കെ അതിലുണ്ടാവില്ലേ, പൈസയും കാര്യങ്ങളൊക്കെ പോസ്റ്റിൽ വിടുമ്പോൾ അതാണ്. അപ്പം ഇങ്ങൾക്കും കൂടി ഒരു സൗകര്യം ആയിക്കോട്ടെ എന്ന് കരുതിക്കാണ്ടാണ് ഞാൻ പോസ്റ്റിൽ വിടുന്നത് കേട്ടോ. അപ്പം അത്ര പെർഫെക്റ്റിൽ നമ്മൾ വിടണം. കാക്കു നമ്മളെ ബണ്ണൊക്കെ വെച്ച് കാണ്ട കാക്കു പാക്കിങ് ചെയ്യുക കേട്ടോ. കാക്കു ഉണ്ട് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പുറത്ത് കാക്കും ചെയ്യുന്നുണ്ട്, ഇപ്പുറത്ത് ഞാനും ചെയ്യും. ഒരാൾ ഒറ്റക്ക് വിചാരിച്ചാൽ ഒരു കാര്യം നടക്കൂല. നിങ്ങൾക്ക് അറിയില്ല, ഒത്തൊരുമിച്ച മലയും പോരും പറഞ്ഞ പോലെ ഞങ്ങൾ രണ്ടാളും കൂടിക്കാണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യൽ കേട്ടോ. അത് വീട്ടിലത്തെ കാര്യമായാലും അങ്ങനെ തന്നെയാണ്. അല്ലാഞ്ഞാൽ നമ്മളൊരു കാര്യം മുന്നോട്ട് പോവില്ല. വീട്ടിലിപ്പോൾ എനിക്ക് എന്തൊക്കെ പണി ഉണ്ടാവും നിങ്ങൾക്ക് അറിയാം. നിങ്ങളൊക്കെ വീട്ടമ്മമാരും ചേച്ചിമാരൊക്കെ അല്ലേ. അപ്പോൾ അതേപോലെ എനിക്കും ഉണ്ട് ഒരുപാട് പണികൾ. അപ്പോൾ കാക്കും ഞാനും കൂടി സഹകരിച്ച് കാണ്ട് തന്നെ ചെയ്യുക. പിന്നെ ഞങ്ങളെ പൊന്നു മക്കളും കൂടും കേട്ടോ, ഓലൊക്കെ കൂടും. പിന്നെ ബേബിയാളെ കഥയൊക്കെ ഇപ്പം നിങ്ങൾക്ക് അറിയില്ലേ, ഓൽക്കൊക്കെ ഓല് തിന്നുക, ഓല് കിടന്നുറങ്ങുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷനായി, അങ്ങനെ ശീലമായി മക്കൾക്ക് കേട്ടോ. പിന്നെന്താ
ഇത് ഇങ്ങനെ ഈ കുഞ്ഞു കുഞ്ഞു പെട്ടിയാൾ ഇങ്ങനെ ഉണ്ടാക്കും കേട്ടോ. അത്ര പെർഫെക്റ്റിൽ ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ പോസ്റ്റിൽ കൊണ്ടുപോയി കൊടുത്താൽ അത് അളക്ക വരെ ചെയ്യും കേട്ടോ. ഒരു മീറ്റർ എടുത്തുകൊണ്ട് അളക്ക വരെ ചെയ്യും. കിട്ടാൻ ഒരുപാട് ആളുകൾ ഇത് നേരം വെക്കുന്നുണ്ട്, എന്നാലും സേഫോട് കൂടി വീട്ടിൽ കൊണ്ടു വരും. എന്തായാലും റിട്ടേൺ പോരൂല കേട്ടോ, ആ ഒരു വിശ്വാസമുണ്ട്. ഇത് കണ്ടോ, അങ്ങനത്തെ പെട്ടി നമ്മൾ ഇതിൽ നിന്ന് വാങ്ങണം, കടലാസിൻ്റെ പെട്ടി. ആ പെട്ടി ഉണ്ടാക്കണ ഒരു ഇതുണ്ട് കേട്ടോ, മില്ലുണ്ട്. അവിടെ പോയിക്കാണ്ട് വാങ്ങണതാണ് കാക്കു. 100 രൂപയ്ക്ക് 200 രൂപയ്ക്കൊക്കെ വാങ്ങിയിട്ട് നമ്മളിതിങ്ങനെ പാക്കിങ് ചെയ്യലാണ് കേട്ടോ. കണ്ടോക്കെ ഇങ്ങനെ ചെയ്യും കേട്ടോ. പിന്നെ അതേപോലെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും നിർത്തിയിട്ടില്ല. പെരുന്നാൾ വരെയൊക്കെ ഉണ്ടാവും. ഞാൻ ഒപ്പിച്ച് കാണ്ട് അങ്ങനെ തരട്ടോ. എന്താണോ നമ്മളെ സബ്സ്ക്രൈബേഴ്സ്മാർ പിന്നെയും ഇങ്ങനെ ചോദിച്ചുമ്പോഴേ അത് ഫോൺ എടുത്തുകാണ്ട് പോത്തോ വിളിച്ചുമ്പോൾ തന്നെ പൊറുതിയാടാണ് മനസ്സിൽ കേട്ടോ. ഓഫർ കഴിഞ്ഞോ ചോദിച്ചുമ്പോൾ ഇല്ല എന്ന് പറയാൻ കഴിയൂല. അറിയാത്ത ആളുകളൊക്കെയാണെങ്കിൽ നമ്മളങ്ങനെ ഇല്ല, ഓഫർ ഇല്ല, അപ്പോൾ നമുക്ക് കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ട് തന്നെയല്ലേ. നമ്മളെ മുത്തുമണികൾ വിളിച്ചുമ്പോഴേ ഞാൻ ആ ഉണ്ട് എന്ന് തന്നെ പറയൽ കേട്ടോ. അപ്പോൾ വേണ്ടവർ പെട്ടെന്നാണ് ഓർഡർ ചെയ്തോളി. ലേഹ്യവും എണ്ണയും ഇന്നലെ ശനിയാഴ്ചയാണ്, നിങ്ങൾക്ക് അറിയാം. ശനിയാഴ്ച നമ്മളിവിടെ ഉണ്ടാക്കണതാണ് എണ്ണി ലേഹ്യം, നട്സിൻ്റെ ലേഹ്യമാണ് കേട്ടോ. നമ്മളെ അസ്ഥിർക്കം, അതേപോലെ ബ്ലഡ് കൗണ്ട് കൂടാൻ, തടി വെക്കാൻ, അതേപോലെ നമുക്കൊരു ക്ഷീണം, കുഴച്ചിൽ, തളർച്ച, ഇതിനൊക്കെ നമ്മളെ നട്സിലെ സൂപ്പറാണ്. പോരാത്തത് PCOD, ഈ അസ്ഥിർക്കം കാര്യങ്ങളൊക്കെയാണ് നല്ല ചേഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. നമ്മുടെ സ്കിന്നൊക്കെ ഗ്ലോ ആവാനൊക്കെ സൂപ്പറാണ്. വേണ്ടിയാലും പെട്ടെന്ന് വാട്സപ്പിലും ഒക്കെ കോണ്ടാക്ട് ചെയ്തോളി കേട്ടോ.